ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണോ? നമ്മളും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലേ നമ്മളവിടെ പോകണമെന്നൊക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ജംഷി കാക്കാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ജംഷി കാക്ക രാത്രി നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ അടുത്തേക്ക് ശനിയാഴ്ച രാത്രി ആട്ടോ നമ്മൾ പോണത്. അപ്പോൾ പാത്തു വന്നിട്ടില്ല കേട്ടോ. പാത്തു പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ നമ്മൾ കുറേ ലോങ് ഉണ്ട്, അപ്പോൾ കൊണ്ടുവരാൻ വന്നിട്ടില്ല. ജംഷിക്കാക്ക മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇക്കയും റിസമോളും ഫ്രണ്ടിലിരുന്നു, ഞാൻ ബാക്കിലിരുന്നു കേട്ടോ. അങ്ങനെ ഇരുട്ടാണ്, വലിയ ക്ലിയർ ഒന്നുമില്ല. പകലാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി ഞങ്ങൾ പോയത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അതുകൊണ്ട് എല്ലാവരോടും സോറി പറയാണ്. വലിയ ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല, രാത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടോ, ഒരു 2-3 സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്ലോഡ് ആക്കാം കേട്ടോ. ഇത് ഈ ഒരു വീഡിയോ അറിയുന്നത് നമ്മൾ ഓരോ വീട്ടിൽ പോയതും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ മുത്തുമണികളെ നമ്മൾ പാണക്കാട് എത്തിയിട്ടോ. പാണക്കാട് ശിഹാബ് തങ്ങളെ വീടൊക്കെ ജംഷിക്കാക്ക് കാണിച്ചു തന്നു കേട്ടോ. പിന്നെ അവരെ മക്കളെ വീടും അനിയന്മാരെ വീടൊക്കെ കാണിച്ചു തന്നു. പകലാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. ഇത് രാത്രി ആയതുകൊണ്ടാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയ ക്ലിയർ കുറവൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ കുറച്ച് മുന്നായിട്ട് നല്ല അടിപൊളി മഴ പെയ്തതായിരുന്നു. പിന്നെ നമ്മൾ പോണ സമയത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴ പോലുള്ള ഉണ്ടായിരുന്നത്. പിന്നെ ജംഷിക്കാക്കിയിട്ട് നിൽക്കണം അങ്ങോട്ടേക്കൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പാത്തൂനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, മഴയൊന്നുമില്ല അങ്ങോട്ട്. ഇവിടുത്തെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട്. പാണക്കാട് കഴിഞ്ഞുകൊണ്ടുണ്ട്, എത്താനായിട്ടുണ്ട്. നല്ല ദൂരമുണ്ട് കേട്ടോ, ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ജംഷിക്കാക്കാൻ്റെ വീട്ടിലെത്തി കേട്ടോ. പാത്തൂനെ ഞാൻ കാണിച്ചില്ല, പാത്തു മുകളിലുണ്ട്. ഓക്കെ, ജംഷിക്കാക്ക അത് അവിടെ കാർ എടുത്തിട്ട് ഞാൻ ഇക്കവിടെ നമ്മളവിടെ എത്തിയിട്ടോ. പാത്തൂൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ഇക്കതാ ഇരുട്ടാണ് കേട്ടോ, വെയില വരിക. അപ്പം നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാട്ടോ. ഇക്കതാ അവിടെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടോ. നമ്മളിവിടെ എത്തിയതാ താഴത്തുനിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വന്ന് ഇവിടെ എത്തി. ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. പാത്തൂന് ഞാൻ ഒരിക്കലും വീഡിയോയിൽ കാട്ടില്ല കേട്ടോ, കാരണം പാത്തൂന് താല്പര്യമില്ല. ഞാൻ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഒന്ന് കിതക്ക ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ, ഉള്ളിലേക്ക് പോട്ടെ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വരുന്നത് സിറ്റ് ഔട്ട് കേട്ടോ. ഇവിടുന്ന് സിറ്റ് ഔട്ടാണ്. ദൈക്കത് അവിടെ ഇരിക്കുന്നുണ്ട്, ഡൈനിങ് റൂം. ഞാൻ ഓരോ സമ്മതപ്രകാരം കേട്ടോ വീട് എടുക്കണത്. വീടിൻ്റെ ഉള്ളൊക്കെ ഓരോട് ചോദിച്ചിട്ടാണ് ഞാൻ വീട് എടുക്കണേ. അത് കിച്ചണാണ്, അവിടെ പാത്തുണ്ട്. പാത്തു എല്ലാ സമയത്തും ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത് ജംഷിക്കാക്കാൻ്റെറ്റും പാത്തുൻ്റെറ്റും റൂം കേട്ടോ. മാഷാ അടിപൊളി. എനിക്ക് കണ്ണാടി ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇട്ടിട്ട് കാണാൻ അടിപൊളി സൂപ്പറാണ്. പിന്നെ ഇവിടെ ഇതാ റൂം, ഇവിടെ റൂം, ഇവിടെ ഒരു കണ്ണാടുണ്ട്. എൻ്റെ ഡ്രസ്സ് ഇതാട്ടോ. അപ്പോൾ പാത്തൂൻ്റെ കിച്ചൺ ആട്ടോ അത്. നല്ല രസമുള്ള കിച്ചൺ ആട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ വരുന്നത് കൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറി, ചിക്കൻ്റെ ഗ്രേവി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ, എനിക്ക് നല്ല ഇഷ്ടമായി. പാത്തു നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം.
ഇപ്പോൾ പാത്തു പാവം ഇപ്പോൾ പ്രഗ്നൻ്റാണ്, എന്നാലും പാത്തും ജംഷിക്കാക്കയും കൂടിയിട്ട് നല്ലോണം വീടും ഒക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. പണ്ട് ചപ്പാത്തി ചിക്കൻ്റെ ഗ്രേവിക്ക് ജംഷിക്കാക്കയും ഞാനും പാത്തും റിസമോളും ഞങ്ങളെല്ലാവരും പാടെ ഫുഡ് കഴിക്കുകയാണ്. അവിടെ നിന്ന് ഓരോരോ സംസാരിക്കുന്നുണ്ട്, ഓരോരോ കോമഡിയും കാര്യങ്ങളും പറയുന്നുണ്ട്. ജംഷിക്കാക്ക നല്ല കോമഡി കേട്ടോ, ഭയങ്കര കോമഡിയാണ്. ലൈവിൽ കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, തമാശ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഇക്ക ഇതേപോലെ തന്നെ കേട്ടോ, ഇക്കാക്കും തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇക്കാക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ ജംഷിക്കാക്കാനായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമായി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അങ്ങോട്ട് പോകലും എന്നൊക്കെ ആയപ്പോൾ നല്ല സന്തോഷമായി. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പാത്തുവിൻ്റെ ചിക്കൻ ഗ്രേവി തോന്നുന്നുണ്ട്, അടിപൊളി സൂപ്പർ ആയിരുന്നു കേട്ടോ. കുറച്ച് എരിവുണ്ട്, എനിക്ക് പിന്നെ എരിവ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പാത്തു അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. പാത്തു എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ആ ചെരുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പാവം ഇതാ കണ്ടോ, ഇക്കതാക്കണം അവിടെ ഫുഡ് കഴിച്ചിട്ട് കുഴങ്ങിക്കണം. റീസിയും ഇക്കിതാ ഇട ഡ്രസ്സ് ഇടേ ഇട് ഇട്. ഗൈസ് നമ്മൾ ഒന്ന് ഫ്രഷായി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാ ജംഷിക്കാക്കതാ, ജംഷിക്കാക്ക ഒരു ഹായ് കൊടുക്കൂ. കേട്ടോ വിമാനം പറക്കണം നമുക്ക് കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ വരി. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പറയാൻ മറന്നിട്ടുണ്ട്. വരി ഇതാ. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി പുറത്ത് പോകാം കേട്ടോ. നമ്മൾ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ റൺവേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാം. അപ്പോൾ ഞാനും പാത്തും ഇക്കയും ജംഷിക്കാക്കയും റിസമോ കേട്ടോ അങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.